നമസ്കാരം. ഗൾഫ് നാടുകളിൽ ഓരോ ദിവസവും ശരാശരി 8 മലയാളികളെങ്കിലും മരിക്കുന്നുണ്ട്. ഇവരുടെ മൃതദേഹങ്ങൾ എങ്ങനെയാണ് നാട്ടിലെത്തുന്നത്? ഗൾഫ് ഇൻസൈറ്റിന്റെ ഈ എപ്പിസോഡ് ഇതാണ് പരിശോധിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. സുരക്ഷിതമായ ജീവിതം തേടി ഗൾഫ് നാടുകളിലെത്തുന്നവരിൽ ചിലർ പൊലിയുന്നത് പാതി വഴിക്കാണ്. ഉറ്റവരെ ഒരു നോക്ക് കാണാതെ ഒന്നും ഉരിയാടാനാകാതെയുള്ള മടക്കയാത്ര. ഇവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നത് ഒരിക്കൽ പോലും ഇവരെ കാണാത്ത കുറെ മലയാളികളാണ്. നാടുവിട്ട് മറുനാട്ടിലെത്തിയ മലയാളികളുടെ മനസ്സിൽ എന്നും എപ്പോഴും നാടിന്റെ പച്ചപ്പും മടക്കയാത്രയുടെ സ്വപ്നങ്ങളുമുണ്ടാകും. കടലിനക്കരെ കാത്തിരിക്കുന്നവരെയാണ് ഊണിലും ഉറക്കത്തിലും അവരോർക്കുക. തിരിച്ചെത്തും മുൻപ് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നെടുവീർപ്പിടുമ്പോഴും മടക്കയാത്രയിൽ നൽകേണ്ട സമ്മാനങ്ങളെക്കുറിച്ചുള്ള കണക്കുകൂട്ടലും ഉണ്ടാകും. യാത്രയ്ക്കും മടക്കയാത്രയ്ക്കും ഇടയിലുള്ള ഈ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് ചിലപ്പോൾ മരണം അതിന്റെ ക്രൂരത പുറത്തെടുക്കുന്നത്. ഉറ്റവരെ പോറ്റാൻ കടൽ കടന്നെത്തിയ നാട്ടിൽ നിന്നും തിരിച്ചു പോകുന്നത് ചിലപ്പോൾ ഒരു വെളുത്ത പഞ്ഞിക്കെട്ട് പോലെയാകും. സ്വപ്നങ്ങളും പ്രാരാബ്ധങ്ങളുമെല്ലാം ഉള്ളിലൊതുക്കി ഒറ്റയ്ക്ക് ഒരു യാത്ര. അപകടങ്ങൾ, ആത്മഹത്യ, രോഗം, ഇങ്ങനെ ഗൾഫ് നാടുകളിലെ മലയാളികളുടെ മരണത്തിനും കാരണങ്ങൾ നിരവധിയാണ്. 6 GCC രാജ്യങ്ങളിലായി 8 മലയാളികളെങ്കിലും ഓരോ ദിവസവും ഗൾഫിൽ മരിക്കുന്നു. ഹൃദയാഘാതമാണ് മരണത്തിന് പ്രധാന കാരണം. 2ാം സ്ഥാനത്ത് വാഹനാപകടങ്ങളും. 50 വയസ്സിൽ താഴെയുള്ളവരാണ് ഹൃദയാഘാതം മൂലം മരിക്കുന്നവരിൽ അധികവുമെന്ന് 12 വർഷമായി UAE-യിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ സഹായിക്കുന്ന അഷ്റഫ് പറയുന്നു. കൂടുതലും ഒരു 80% അറ്റാക്കായി വരുന്നതും ഈ ആത്മഹത്യ ചെയ്തുകൊണ്ട്. പിന്നെ അറ്റാക്കായി വരുന്നത് തന്നെ ഇതിൻ്റെ പുറകിൽ അന്വേഷിക്കുമ്പോൾ ഇവർ വളരെ സാമ്പത്തികമില്ലാത്തവരാണ് തോന്നിയ അറ്റാക്കായി വരുന്നവർ. അപ്പോൾ ഓരോരോ കാര്യം ആലോചിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകാം. മരണവിവരം ആദ്യം അറിയുന്നത് അടുത്ത ബന്ധുവോ സുഹൃത്തോ ആയിരിക്കും. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന ഇവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും അറിയില്ല. ആശുപത്രിയിൽ തളർന്നു നിൽക്കുന്ന ഇവർക്ക് മുന്നിലേക്ക് സഹായവുമായി അഷ്റഫും കൂട്ടുകാരും എത്തും. പിന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമായി. മരണവിവരം അറിയിച്ചുകൊണ്ടുള്ള കത്ത് ആശുപത്രിയിൽ നിന്നും ആദ്യം പോലീസിലേക്ക് പോകും. അവിടെ നിന്നും ആശുപത്രിയിലേക്ക് മറ്റൊരു കത്ത്, പിന്നെ മരണ സർട്ടിഫിക്കറ്റ്, എംബാമിംഗ്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ ചെയ്തു തീർക്കണം. അവിടെ പോലീസ് ഉണ്ടാവും ഈ ഹോസ്പിറ്റലിൽ. അവരവിടുത്തെ അടുത്തേത് അണ്ടറിലാണ് ആ സ്റ്റേഷനിൽ പേപ്പർ തരും. നമ്മൾ അവിടെ പോയാൽ അവിടുന്ന് അവർ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റിലുള്ള പേപ്പർ തരും. ആ പേപ്പറായിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുക. ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്നാൽ അവിടുന്ന് വേറെ 2 ലെറ്റർ തരും. ഒന്ന് ആ ഏരിയയിലെ മോർച്ചയിൽ നിന്ന് എടുക്കാനും ഒന്ന് ദുബായ് പോലീസിലേക്കും തരും. ഒരു എംബാമിങ്ങിൽ വന്നിട്ട് അവിടെ അത് കൊടുക്കുമ്പോൾ അവിടുന്ന് വേറെ ലെറ്റർ തരും. ആ ലെറ്ററായിട്ട് ബോഡി എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് കൊടുക്കുക. അവിടെ കൊടുത്താൽ അവർ റിലീസാകും. 2 സംഘങ്ങളായി തിരിഞ്ഞ് ഓഫീസ് നടപടികൾക്ക് ശ്രമിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിക്കും. പോലീസ്, ആശുപത്രി, എംബാമിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ഒരു സംഘം നോക്കുന്നു. വിസയും പാസ്പോർട്ടും ക്യാൻസൽ ചെയ്യുന്നതടക്കം എംബസിയും കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 2ാമത്തെ സംഘം നോക്കണം. ഇതിനിടെ മൃതദേഹത്തിന് കാർഗോ ബുക്ക് ചെയ്യണം. കൂടെ പോകുന്നയാൾക്ക് വിമാന ടിക്കറ്റും. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയാൽ ദുബായ് സോനാപൂരിലെ എംബാമിംഗ് കേന്ദ്രത്തിൽ മൃതദേഹം എത്തിക്കണം. അറിവില്ലാത്ത ആളുകൾ ഇതിന് സംഗതികൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ 3-4 ദിവസം എന്തായാലും പിടിക്കും. അതേസമയം ശരിയായ ഡയറക്ഷൻ മനസ്സിലാവുന്ന ഒരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പ്രയാസം കഴിയുന്നൊരു സംഗതിയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്കറിയാം. ഒരു ദിവസം പുലർച്ചെ 2 മണിക്ക് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ ബോഡി അന്ന് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും കയറ്റിയെടുക്കാൻ കഴിഞ്ഞു. ഇത് പരിചയമില്ലാത്ത ആളുകൾ ചെന്ന് ആ ഓഫീസിൽ ചെല്ലുമ്പോഴായിരിക്കും അറിയുക ഇതിൽ വേറെ പേപ്പറിൻ്റെ കുറവുണ്ട്. എന്നിട്ട് ദുബായിൽ പോയി തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ പകുതി ദിവസം പോകും. ഏത് രാജ്യക്കാരനായാലും ഇതിനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. മൃതദേഹം നാട്ടിലെത്തിക്കാൻ 5000-ഓളം ദിർഹം ചെലവ് വരും. 1500 ദിർഹമാണ് ശവപ്പെട്ടിയുടെ വില. പിന്നെ വിമാന ടിക്കറ്റും മറ്റു ചെലവുകളും. അപകടമരണമാണ് സംഭവിക്കുന്നതെങ്കിൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സുഹൃത്തിനെയോ ബന്ധുവിനെയോ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള സമ്മതപത്രം വേണം. ഇത് മരിച്ചയാളുടെ നാട്ടിലെ ഭാര്യയോ ഭർത്താവോ മാതാപിതാക്കളോ ആണ് നൽകേണ്ടത്. എംബാമിംഗ് പൂർത്തിയായി സമ്മതപത്രവും ലഭിക്കുന്നതോടെ മൃതദേഹം വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകും. കാർവലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ബുക്ക് അവർ അറിയുന്നതിനെ കൊണ്ട് പരിചയം കൊണ്ട് നമ്പറും മെയിലും അയച്ചു കൊടുക്കും. ഇനി എമിറേറ്റ്സിലാണോ പോകല്ല. അവർ
അല്ല ബന്ധമുള്ളതിനെ കൊണ്ട് വിളിച്ചറിഞ്ഞ് മെയിൽ അയച്ചു കൊടുത്താൽ കാർ ഓർഡർ പിന്നെ ബോഡിയായിട്ട് പോയാൽ മതി. അതിനിടയ്ക്ക് ചിലവർ വന്ന് പറയും കാർ പോലും പോകണോ അങ്ങനെയൊക്കെ മലയാളികൾ പറയും. അതിന് എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആരും വെച്ചാൽ ഒരാൾ എന്തെങ്കിലും 100 അഭിപ്രായം ഇല്ലാത്ത നിയമവും കാര്യവും പറയും. അതിൻ്റെ കണക്കിലെടുക്കില്ല. മരണം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് മുൻപ് ഗൾഫ് നാടുകളിൽ നിന്നും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചിരുന്നത്. പാലിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയായിരുന്നു ഇതിന് പ്രധാന കാരണം. മിക്കപ്പോഴും 24 മണിക്കൂറിനുള്ളിൽ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ കഴിയുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ പോലീസും CIDയും മറ്റ് ഗവൺമെന്റ് വകുപ്പുകളുമെല്ലാം ഇതിന് പൂർണ്ണ പിന്തുണയും നൽകുന്നു. വാഹനാപകടങ്ങളിലും മറ്റപകടങ്ങളിലും മരിക്കുന്നവരുടെ ആശ്രിതർക്ക് ബ്ലഡ് മണി എന്ന പേരിൽ ഇൻഷുറൻസ് തുകയും മറ്റ് സഹായങ്ങളും ലഭിക്കാൻ അർഹതയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവർ നാട്ടിലായതിനാൽ പലരും ഇതിന് പുറകെ പോകാറില്ല. സ്വാഭാവികമായിട്ട് ഇവിടെ ആക്സിഡൻ്റായി മരിക്കുന്നവർക്ക് കിട്ടേണ്ട കുറേ ബ്ലഡ് മണി അങ്ങനെയുള്ള സംഗതികളുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ നാട്ടിൽ നിന്ന് ലേബർ സപ്ലൈ വിസയിൽ വരുന്നവരും അങ്ങനെ അതുപോലെ വരുന്ന ആരുമില്ലാത്ത ആളുകൾക്ക് എന്താണ് ഉണ്ടാകുന്നത് വെച്ചാൽ ഈ ബോഡി കയറ്റിയാക്കുന്നതോടുകൂടി എല്ലാം അവസാനിക്കുകയാണ്. അത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കോടതികളിൽ നിന്ന് അവരുടെ ബ്ലഡ് മണി നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആരും ശ്രമിക്കാറില്ല. അതിനെപ്പറ്റി ആരും അന്വേഷിക്കാറില്ല. നാട്ടിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആരോട് ബന്ധപ്പെടണമെന്നുള്ള സംഗതി പോലും അറിയാറില്ല. മരണത്തിന് ശേഷം ലഭിക്കുന്ന സാമ്പത്തിക സഹായം പോലും തട്ടിയെടുക്കുന്നവർ മണലാരണ്യത്തിലുണ്ട്. കേസ് നടത്താൻ നൽകുന്ന പവർ ഓഫ് അറ്റോർണിയുടെ മറവിലാണ് ചൂഷണം. ചിലപ്പോൾ കേസ് നടത്തി പണം സ്വന്തമായി എടുക്കും. മരിച്ചവരുടെ ആശ്രിതരെ അറിയിക്കില്ല. മറ്റു ചിലപ്പോൾ ലഭിക്കുന്ന പണത്തിന്റെ പകുതി നൽകും. പവർ ഓഫ് അറ്റോർണി വാങ്ങിയിട്ടും കേസു നടത്താത്തവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇതിൽ സ്വദേശീയരെന്നോ വിദേശീയരെന്നോ ഭേദമില്ല. പവർ ഓഫ് അറ്റോർണി ഉണ്ടെങ്കിൽ ആർക്കും കേസു നടത്താം. This simple procedure. Also, if this deceased is not have relative there, is a relative outside the country, their relative is outside the country, they have to make power of attorney for any relative in Dubai. Okay, that is relative. He will going to make power of attorney for a Sheikh advocate. ആശ്രയം നഷ്ടപ്പെട്ട ആശ്രിതർക്കുള്ള പണം തട്ടിയെടുക്കുന്നവരിൽ മലയാളികളുമുണ്ട്. പവർ ഓഫ് അറ്റോർണി നൽകുന്നതിലെ അശ്രദ്ധയും അമിത വിശ്വാസവുമാണ് പലപ്പോഴും തട്ടിപ്പുകാർക്ക് സഹായമാകുന്നത്. പവർ ഓഫ് അറ്റോർണി നൽകുന്ന കത്തിൽ പണം ബാങ്ക് അക്കൗണ്ട് വഴി നൽകണമെന്ന് അപേക്ഷിച്ചാൽ കോടതി അതിനുള്ള സൗകര്യമൊരുക്കും. ഇതുതന്നെയാണ് തട്ടിപ്പ് തടയാൻ ഉചിതമായ മാർഗമെന്നും നിയമജ്ഞർ നിർദ്ദേശിക്കുന്നു. And the amount of the on compensation will be sent directly to the bank account for the deceased inheritance. The deceased inheritance should have to provide it for a Sheikh advocate, the name, the account number, and the name of account. The name of account should be in the name of inheritance, or anybody determined by the inheritance to receive this amount in his account. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് വിമാന ടിക്കറ്റിനാണ്. സമയത്തിന് സർവീസ് നടത്താത്ത എയർ ഇന്ത്യ മാത്രമാണ് മൃതദേഹം സൗജന്യമായി കൊണ്ടുപോകാൻ അനുവദിക്കുക. മറ്റുള്ളതിനെല്ലാം തൂക്കത്തിനനുസരിച്ച് പണം നൽകണം. ചിലപ്പോൾ ഇത് 3600 ദിർഹം വരെയാകും. കൂടെ പോകുന്നയാൾക്ക് മറ്റൊരു ടിക്കറ്റും. മരണം വിതച്ച വേദനയ്ക്കിടെയാണ് പണത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടം. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നെട്ടോട്ടമോടുന്ന ഇവരോട് ചിലരെങ്കിലും ചോദിച്ചിട്ടുണ്ട്, കേരളം സ്വർഗമാണോ എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ബന്ധുക്കളുടെ മാനസികാവസ്ഥ ഓർക്കുമ്പോൾ ഇതിന് മറുപടി പോലും പറയാറില്ല. അതേ അവർ ബേജാറ് എന്താ ഇയാളിങ്ങനെ സഹായിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇവർക്ക് സംശയമാണ്. എന്താ ചോദിക്കാൻ കാരണം എന്തോ കാര്യമില്ലാണ്ട് ഒരാളും മനസ്സിലുള്ള. അപ്പോൾ ലാസ്റ്റാണ് അവർക്ക് തിരിയല്. എല്ലാ ആൾക്കാരും എല്ലാ സംഘടനയുടെ ആൾക്കാരും വിളിക്കും. ഇന്ന് വരെ ഒരു ദിർഹംസ് വാങ്ങിച്ചത് ആരും പറയില്ല. ഒരു ദിർഹംസ് വാങ്ങിച്ചില്ല. ടെലിഫോണ്, പെട്രോൾ, അവർക്കൊന്നും ഒരു ദിർഹംസ് ഒരാൾ പല ആളും ചോദിക്കില്ല. നിങ്ങൾ പെട്രോൾ അത് ഞാൻ പറയും നിങ്ങളത് നോക്കണ്ട, ഞാൻ എൻ്റെ പൈസയോട് അടിച്ചതായിക്കോളൂ. ഇന്ന് വരെ അടിച്ച് ആരും പറയില്ല. മറുനാട്ടിൽ നിന്നും മരണവാർത്ത എത്തിയെങ്കിലും മൃതദേഹം ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സത്യമാണെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്താൻ പലർക്കും കഴിയില്ല. ദൂരെ എവിടെയോ അവർ അലഞ്ഞു തിരിയുന്നുണ്ടെന്ന് അപ്പോഴും വിശ്വസിക്കും. അന്ത്യകർമ്മങ്ങൾ പോലും പാതി വഴിയിലാകും.